ഹായ് പറ. ഹലോ പറ. ഹായ് പറ ബേക്കുട്ടി. എല്ലാവർക്കും നമസ്കാരം പറ. നമസ്കാരം. സ്വാഗതം പറ. സ്വാഗതം. സുഖാണോ ചോദിച്ചു. ചായ കുടിച്ചോ? ചായ കുടിച്ചോ? ബേക്കുട്ടി എന്താ തിന്നുന്നേ? എന്താ തിന്നുന്നേ? പഴം. ഇവിടെ പഴം കാണിച്ചു കൊടുക്കാട്ടോ ആൾക്ക്. പഴം. ആ, ഗുഡ് ഗേൾ. വെരി ഗുഡ്, വെരി ഗുഡ് പറ. ഗുഡ് ഗേൾ. ബേക്കുട്ടി പഴം തിന്നാണ്. അപ്പം എല്ലാവർക്കും സിയ പറ്റിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ പ്രിപ്പറേഷൻസാണ് നമ്മളിവിടെ ഒരുക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പം എന്തായാലും ന്യൂ ഇയറിൻ്റെ വീഡിയോ നാളെ എന്തായാലും വരും നമ്മൾ ആഘോഷിക്കുന്നതിൻ്റെ. അപ്പം ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത്രയാണ്. നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പം എന്തായാലും നമുക്ക് എല്ലാവർക്കും വീഡിയോയിലോട്ട് പോകാം. അപ്പം എല്ലാവർക്കും വീഡിയോയിലോട്ട് പോകാൻ പറ. വീഡിയോയിലേക്ക് പോകാൻ പറ. ഒച്ചത്തി പറ. പോവാൻ പറ. പോവാ. ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാനിതുകൊണ്ട് വീടിൻ്റെ ടെറസിൻ്റെ മണ്ടയിലായിട്ടോ നിൽക്കുന്നത്. ഏറ്റവും ടോപ്പിൽ, ഉമ്മൂൻ്റെ വീട്ടിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞു. അടുത്ത് നമ്മുടെ സെലിബ്രേഷൻ വരുന്നത് ന്യൂ ഇയർ. അപ്പോൾ ന്യൂ ഇയർ വരുന്നുണ്ടല്ലോ. അപ്പോൾ ന്യൂ ഇയർ ഞങ്ങൾ വിചാരിച്ചു എല്ലാവർക്കും ഇവിടെ ഉമ്മൂൻ്റെ വീട്ടിൽ അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ അതുകൊണ്ട് ഇവിടെ ഉമ്മൂൻ്റെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ വീടിൻ്റെ മുകളിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് അതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി വെച്ചു. അപ്പം അതിന് വേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ട് ഫൈനലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ന്യൂ ഇയറിൻ്റെ വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്, നമ്മൾ ന്യൂ ഇയർ പ്രിപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞങ്ങളുടെ പണികളൊക്കെ. അപ്പോൾ ഇതുകൊണ്ട് ടെറസിൻ്റെ മണ്ടയിലാണ് കേട്ടോ. ഓക്കെ, ഇവിടെ വീടിൻ്റെ മണ്ടയിൽ നോക്കി നല്ല വ്യൂ ആട്ടോ. അവിടെ റബ്ബർ എസ്റ്റേറ്റാണ്, അവിടെ കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടും ഉണ്ട്. ഇവിടെ ഒരു കട്ട കമ്പനി ഉണ്ട്. അപ്പുറത്തൊക്കെ പുതിയ വീട് വരുന്നുണ്ട്. ഞങ്ങളുടെ ഓണത്തിൻ്റെ ഷൂട്ടൊക്കെ ഇവിടെയായിരുന്നു കേട്ടോ. ആ വീട്ടിലായിരുന്നു, ഈ വീടിൻ്റെ മുറ്റത്തായിരുന്നു നടന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇതാണ് ഇവരുടെ വീട്. വീടിൻ്റെ ടെറസിൻ്റെ ഏറ്റവും ടോപ്പിൽ, റൂഫ് ടോപ്പിൽ ഞങ്ങളിവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കാര്യങ്ങളൊക്കെ. പിന്നൊരു കാര്യം, ഞങ്ങൾ ഇന്നലെ അന്നത്തെ രാത്രി എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് ഇന്നലെ ഞങ്ങളൊരു ടെൻറ്റ് പോലെയൊക്കെ ഇവിടെ കെട്ടി. ഇതുകൊണ്ട് ആ കാണുന്ന സാരിയൊക്കെ ഞങ്ങൾ കെട്ടിയിട്ടൊരു ടെൻറ്റ് പോലെ അടിച്ചിട്ട് ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ മഴ ഞങ്ങളെ ചതിച്ചു ഇന്നലെ രാത്രി. അങ്ങനെ മഴ പെയ്തപ്പോൾ ഞങ്ങളെല്ലാവരും കിടന്ന് ഇറങ്ങി ഓടി. കോമഡി ആയിരുന്നു ഇന്നലെ രാത്രി. ഇതുകൊണ്ടേ ഹെൽപ്പർ ഇക്കു ഞങ്ങൾ താഴെ നിന്ന് ഇവിടെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള മുളകളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കയറ്റുകയാണ്. ഇക്കു അടുത്തടുത്തടി. ഓക്കെ, എന്താ കമ്പിയാണോ? ഇതെന്തിനാ? അമ്മച്ചി പൈന ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ടിട്ടു. ഗൈസ് നല്ല വെയിലാണ് ഗൈസ്. അപ്പം നമ്മുടെ കൊടിമരം നമ്മുടെ കൊടി നാട്ടി സെൻട്രൽ സ്റ്റാൻഡ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇനി 4 സൈഡിൽ നമുക്ക് അതുപോലത്തെ സത്യം ഈ മരൊക്കെ 4 സൈഡിൽ ഇപ്പം 4 സൈഡിൽ ഇവരെ കെട്ടുള്ളൂ. ഇവിടുത്തെ ഹൈറ്റ് കൂടുതലാണ്. ശരിക്കും ഈ മുള വെച്ചാൽ മതിയായിരുന്നു തോന്നുന്നു. അല്ല, മുളക്ക് ഇതിനേക്കാളും ഹൈറ്റ് ഫ്ലോപ്പായിരിക്കുന്നു. കിട്ടാനില്ല, പക്ഷെ വേണ്ട, അതന്നെ മതില്ലേ. നെടുന്തോണി ഇച്ചിരി ഉറപ്പി നിന്നോട്ടെ. നെടുന്തോണി ഇച്ചിരി ഉറപ്പി നിന്നോട്ടെ.
നമ്മളെ കെട്ടൽ എക്സ്പേർട്ട് ആശാൻ. സെമേർ പെക്കെ ആദ്യം അതുകൊണ്ട് നമ്മുടെ ഹെൽപ്പർ ഇക്കുബായി. നമ്മുടെ പണികൾ തകൃതിയായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഗൈസ്. അതുകൊണ്ട് ഞങ്ങളിവിടെ പണി തുടങ്ങി. ബാക്കി നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ നമ്മൾ തന്നെയാണ് ഇവന്റ് മാനേജ്മെന്റ്, നമ്മൾ ലൈറ്റ് ആൻഡ് സൗണ്ട് എല്ലാം നമ്മൾ ഫയർ വർക്ക് വരെ നമ്മളാണ്. അറിയാമോ? ലൈറ്റ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ലൈറ്റുകൾ ഇതാ വരുന്നു. നമ്മള് LED ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ അസിസ്റ്റൻസ് ഇതുണ്ട്. അസിസ്റ്റന്റ് കണ്ണാപ്പി, അസിസ്റ്റന്റ് കുണ്ണാപ്പി. അസിസ്റ്റന്റ് കണ്ണാപ്പി, അസിസ്റ്റന്റ് കുണ്ണാപ്പി. പിന്നെ നമ്മളെ ജിമ്മച്ചൻ, ജിമ്മച്ചൻ അത് ജിമ്മപ്പൻ. നമ്മളെ വലിയ മെയിൻ സാർ അപ്പുറത്തുണ്ട്. മാഡം ഇങ്ങോട്ട് മാഡം ഇത്തിരി വയ്യ. മാഡം കുറച്ച് ബിസിയാണ്, മാഡം. മാഡം കുറച്ചായിട്ട് വരും തൊള്ളവടായിട്ട്. മാഡം മാഡം ഹായ് പറയും. മാഡം 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 ഭയങ്കര ബിസിയാണ്. അടുത്ത അസിസ്റ്റന്റ് വന്നിട്ടുണ്ട്. ബാ ദാദാ ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ, ഇങ്ങനെ ഇരുന്നോ. ഹായ് പറ. ഹായ് ചുക്കാണോ നോക്കി, ചുക്കാണോ. നമുക്ക് എന്താ ഇവിടെ പണി? എന്താ പണി? ലൈറ്റ് സെറ്റ് ചെയ്യാ പറ. ആ യാ യാ യാ. അയ്യോ എന്താ രസം. ഫ്ലാഷ് കൂട്ടിയേക്കണ്ട കേട്ടോ. ബക്കറ്റിനെ അലങ്കരിക്കുന്നു. ചുറ്റും ഇങ്ങനെ വട്ടട്ട് വെച്ചിട്ടുണ്ട്. അത് വേറെ അതെന്താ നിങ്ങൾ അങ്ങനെ കിട്ടണേ? അതിന്റെ മുകളിൽ കിട്ടണം. ടോപ്പില് വരേണ്ടത്. തല കിട്ടില്ല. പക്ഷെ അവിടെ വലിച്ചു കിട്ടിയൊരു ആ പട്ടികന്റെ അറ്റത്താ കെട്ടണ്ട, ആ ലെവലില് കെട്ടണം. ഓക്കെ, നമ്പർ 1 തല്ല്. നമ്പർ 2 പണിക്കാര് ശരിയില്ല ഗൈസ്. ഗൈസ് ശരിയില്ല. ഹായ് ബി ഹായ് പറ. ഹായ് ഹായ്. ഇതിന് AC DC ഒന്നും ഉണ്ടാവില്ല. എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്താ പോരെ. ബിയൊക്കെ എന്താ പണി? പൊട്ടി തെറിക്കുമ്പോ അറിയാലോ നമുക്ക്. കണ്ണെഴുത്. അല്ലാ ഉറങ്ങി കുട്ടി. പണിയെടുത്ത് ക്ഷീണിച്ചുണർന്ന അസിസ്റ്റന്റുകൾ. കൊതടിച്ചെണിച്ച് ഓടണം കേട്ടാ. ഒരു സൂസി കിടന്നു. സൂസി കുറച്ച് സ്ഥലം കൊടുക്കും. ആ സൂസി കിടന്നോ. റെഡി 1 2 3 അതിലുണ്ടാവുമല്ലോ. ഏതൊക്കെ വർക്ക് ചെയ്തേ? 4 കഴിഞ്ഞാല് ഫൈനലി എല്ലാം റെഡി. ഇനി എല്ലാം ഇവരെ സൈഡിലോട്ട് കയറ്റണം അല്ലേ? ഓക്കെ ഓഫ്. ചന്നം പിന്നം പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. കുറച്ച് നേരങ്ങൾക്ക് ഉള്ളിൽ പതാക ഉയരുന്നതാണ്. അങ്ങനെ അസിസ്റ്റന്റുകളും
അസിസ്റ്റന്റുമാരും എല്ലാരും ഒട്ടത്ത് കിടന്ന് ഉറങ്ങും. ഞാൻ ഉറക്കി വരാം. ലോഡ് ഒഴിവാക്കണ്ടേ? ലോഡ് നമ്മളിങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് guys. ഔറാനട്ടത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൽ ലൈറ്റുകൾ കൊടികൾ എന്തെങ്കിലും ഉയർത്തണമെന്നുണ്ടെങ്കിൽ വിളിക്കൂ ഈ നമ്പറിൽ. വലിയ ലോഡ് ഒഴിവാക്കുന്നു. ലോഡ് ഇതൊക്കെ നല്ല ലോഡാണ്. അത് ഇതാക്കാം കെട്ടിപ്പിടിക്കും. അങ്ങനെ നമ്മൾ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുന്നു. ഓളൊക്കെ കണ്ടവരെ അത് തന്തനെ കണ്ടല്ലോ. എത്ര കണ്ട അട്ടത്തുള്ളവരെ കണ്ടാണ്. ഔറാനാണ് ഔറാൻ. കുറച്ച് കുത്തിക്കൂടി ആ ഇത്ര മതി. ഓറ് പിടി വലിയ ഉണ്ടാക്കല്ലേ? എത്ര വലിയ കൊണ്ട് പിടിക്കാൻ വലിയ 12 മണിക്കാരത്തി ആവണ്ട കേട്ടോ. ഇയാളെ പള്ളെല്ലാം ഉണ്ട്. സ്പിരിറ്റ് ലെവൽ മാഷാ അല്ലാ സെറ്റ്. ആ ഇടയിലൊക്കെ എന്താ ഒരു പ്രശ്നം? ആ 2 മാത്രമേ ഉള്ളൂ അല്ലേ? അതിന് മാത്രം എന്തോ പ്രശ്നം ഇപ്പൊ നോക്കണ്ടേ? അപ്പൊ എങ്ങനെ അതിന് തെരഞ്ഞെടുക്ക? അങ്ങനെ വേണ്ട നമ്മുടെ പണി ഒരുവിധം പൂർത്തീകരിച്ചിരിക്കുന്നു നമ്മൾ. ഇവർക്ക് എന്തോ കത്താൻ ഇത്ര മടി. നിങ്ങൾക്ക് രതീഷ് എണീക്കൂ. രതീഷ് എണീക്കൂ. കണസം വിട്ടുണ്ടാവില്ലേ മിക്കവാറും. ഭഗവാനെ, എന്തായാലും സെറ്റായില്ലേ? നാളെ പൊളിക്കുന്നു. ആ ലൈറ്റ് കത്തിയതും ഇവിടെ ആ അങ്ങനെ അതുകൊണ്ട് പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു. സൈഡിൽ ഇങ്ങനെ ഒരു ഷോൾ ഇങ്ങനെ കെട്ടിക്കൊടുത്തു. മനുഷ്യ വയറിൻ്റെ കണക്ഷൻ പോയോ? ഇവിടെ ഞങ്ങൾ സ്റ്റാർ കൊടുത്തു. മൊത്തത്തിൽ പോയാൻ ചേപ്പത് അങ്ങനെ അതുകൊണ്ട് നമ്മൾ പണികളൊക്കെ കഴിഞ്ഞു. എല്ലാം റെഡിയാക്കി നമ്മൾ ന്യൂ ഇയർ സെലിബ്രേഷൻ നമ്മുടെ വാവ് താഴത്തെ റോട്ടുമ്പോൾ എന്താ അവസ്ഥ നോക്കുക. ദൂരെ തന്നെ കേട്ടോ. അതിന്റെ കാഴ്ചപ്പാടിലൂടെ വലിയല്ലേ ചവിട്ടണ്ട. നല്ല കടി കിട്ടുന്നുണ്ട്. സെറ്റല്ലേ? വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഭംഗിയില്ല. പക്ഷെ എത്തുന്നാകുമ്പോ നമുക്ക് കണ്ണൊക്കെ മഞ്ഞളിച്ചിട്ട് ഇതാണ് ഇവിടുത്തെ റോട്ടുമെന്നുള്ള വ്യൂല്. സെറ്റല്ലേ? ഒന്നും കാണാനല്ലേ വരെ. അപ്പൊ ശരി വരാം.
ബൈ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.